ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ദശമോധ്യായം, അതിൻ്റെ സംഗ്രഹം. ഇതിൽ ധ്രുവ യക്ഷയുദ്ധം ആണ് പറയുന്നത്. ധ്രുവൻ ശിശുമാര പ്രജാപതിയുടെ മകളായ ഭ്രമിയെ വിവാഹം ചെയ്തു. അവളിൽ അദ്ദേഹത്തിന് കൽപ്പൻ എന്നും വത്സരൻ എന്നും 2 പുത്രന്മാരുണ്ടായി. വായുവിൻ്റെ പുത്രിയായിട്ടുള്ള ഇളയെയും ധ്രുവൻ പരിണയിച്ചു. അവളിൽ ഉത്കലൻ എന്ന പുത്രനും പരമസുന്ദരിയായിരിക്കുന്ന ഒരു കന്യകയും ജനിച്ചു. ഉത്തമൻ വിവാഹം കഴിച്ചില്ല. ഒരു ദിവസം അദ്ദേഹം നായാട്ടിനായി കാട്ടിലേക്ക് പോയി. വനത്തിൽ വെച്ച് ഒരു യക്ഷൻ യുദ്ധത്തിൽ ഉത്തമനെ കൊന്നു. ഉത്തമനെ കാണാത്തതിനാൽ സുരുചി അന്വേഷിച്ച് കാട്ടിലേക്ക് പോയി. 4 ഭാഗത്തു നിന്നും ആളിക്കത്തുന്ന കാട്ടുതീയിൽപ്പെട്ട് സുരുചിയും മരിച്ചു. തൻ്റെ അനുജനെ കൊന്ന വിവരം അറിഞ്ഞ് കോപിച്ച ധ്രുവൻ ജൈത്രം എന്ന തേരിലേറി യക്ഷന്മാരുടെ രാജ്യമാകുന്ന അളകാപുരിയിലേക്ക് ചെന്നു. കൈലാസപർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് അളകാപുരി. കുബേരനാണ് യക്ഷന്മാരുടെ രാജാവ്. അളകാപുരിയുടെ ഗോപുരദ്വാരത്തിൽ ചെന്ന് ധ്രുവൻ ശംഖം വിളിച്ചു. ശംഖനാദം കേട്ട് യക്ഷസ്ത്രീകൾ വിഹ്വലകളായി തീർന്നു. ശംഖനാദത്തിലൂടെ ഉള്ള ആ പോരിന് വിളികേട്ട് ശക്തരായ യക്ഷന്മാർ ആയുധധാരികളായി പുറത്തേക്ക് വന്നു. 13,000 യക്ഷന്മാരാണ് യുദ്ധസന്നദ്ധരായിട്ട് വന്നത്. ധ്രുവൻ അവരാൽ ഓരോരുത്തരെയും 3 ശരങ്ങളെ കൊണ്ട് എയ്തു പിളർന്നു. നെറ്റിക്കുമേൽ തറച്ച് കയറിയ ആ ശരങ്ങളാൽ തങ്ങൾ തരം താഴ്ത്തപ്പെട്ടവരായി ആ യക്ഷന്മാർക്ക് തോന്നി. എങ്കിലും ധ്രുവൻ്റെ ആ യുദ്ധസാമർഥ്യത്തെ അവർ മനസ്സാ അഭിനന്ദിക്കുകയും ചെയ്തു. ചവിട്ടേറ്റ സർപ്പത്തിനെ പോലെ കോപിച്ച യക്ഷന്മാർ എല്ലാവരും ഒരുമിച്ച് ധ്രുവനെ ശരവർഷം കൊണ്ട് മൂടി. ധ്രുവൻ ഇങ്ങോട്ട് ചെയ്തതിന് ഇരട്ടിയായി അങ്ങോട്ടും ചെയ്യണമെന്നായിരുന്നു യക്ഷന്മാരുടെ വിചാരം. അവർ 13,000 പേരും ഇരുമ്പുദണ്ടുകൾ, വാള, കുന്തം, ശൂലം, വെൺമഴു, ഈട്ടി, വേൽ, ഭുഷുണ്ടി എന്നീ ആയുധങ്ങളും അസംഖ്യം ശരങ്ങളും ആ ധ്രുവനിൽ വർഷിച്ചു. ശരവർഷത്താൽ മൂടപ്പെട്ടതിനാൽ കോരിച്ചൊരിയുന്ന മഴയാൽ പർവ്വതം എന്ന പോലെ ധ്രുവൻ മറയപ്പെട്ടു. അതുകണ്ട് ആകാശത്തിൽ നിന്നിരുന്ന സിദ്ധന്മാർ സങ്കടത്തോടെ പറഞ്ഞു, സൂര്യൻ സമുദ്രത്തിലെന്ന പോലെ മനുവംശജനായ ഈ കുമാരൻ യക്ഷന്മാരാകുന്ന സമുദ്രത്തിൽ മുങ്ങിപ്പോയല്ലോ, കഷ്ടമായി. അപ്പോഴേക്കും സൂര്യൻ മൂടൽമഞ്ഞിനെ എന്ന പോലെ ആയുധങ്ങളെ തകർത്തുകൊണ്ട് ആ ധ്രുവൻ തേരോടുകൂടി പുറത്തേക്ക് വന്നു. യക്ഷന്മാരുടെ ആയുധങ്ങളെയെല്ലാം കാറ്റ് മേഘങ്ങളെ എന്ന പോലെ പറപ്പിച്ച ധ്രുവൻ്റെ വില്ലിൽ നിന്നും പുറപ്പെട്ട ബാണങ്ങൾ യക്ഷന്മാരുടെ മർമ്മങ്ങൾ പിളർന്ന് ഇടിമിന്നൽ പർവ്വതത്തിലേക്കെന്ന പോലെ അവരുടെ ശരീരങ്ങളിലേക്ക് ആഞ്ഞുകയറി. മുറിച്ചു വീഴ്ത്തപ്പെട്ട യക്ഷന്മാരുടെ തലകൾ, കാലുകൾ, കൈകൾ മുതലായവകളാൽ യുദ്ധക്കളം ധീരന്മാർക്ക് ആകർഷകമായി ശോഭിച്ചു. മരിച്ചവരൊഴികെ ശേഷിച്ച യക്ഷന്മാർ ഭയപ്പെട്ട് ഓടിയൊളിച്ചു. ശത്രുക്കളെ ഒന്നും യുദ്ധക്കളത്തിൽ കാണാതായപ്പോൾ ശത്രുനഗരത്തെ കാണാൻ ആഗ്രഹം തോന്നിയെങ്കിലും ധ്രുവൻ ഉള്ളിൽ കടന്നില്ല. മായാവികളുടെ ചിന്താഗതി സാധാരണക്കാർക്ക് അറിയാൻ കഴിയില്ല എന്ന് ധ്രുവൻ സാരഥിയോട് പറഞ്ഞു. അപ്പോഴേക്കും സമുദ്രത്തിൻ്റെ ഇരമ്പൽ പോലെ ഒരു വലിയ ശബ്ദം അവിടെ അലയടിച്ചു. കാറ്റുകൊണ്ട് ദിക്കുകളെല്ലാം പൊടിപടലങ്ങൾ നിറഞ്ഞു. വളരെ വേഗത്തിൽ ആകാശം മുഴുവൻ മേഘങ്ങളെ കൊണ്ട് മൂടി. ഭയം ജനിപ്പിക്കുന്ന ഇടിമുഴക്കത്തോടെ മഴക്കാറുകൾ വർഷിക്കാൻ തുടങ്ങി. മേഘങ്ങളിൽ നിന്നും ജലത്തിന് പകരം ചോര, ചലം, മലമൂത്രങ്ങൾ, അസ്ഥികൾ മുതലായ മലിന പദാർത്ഥങ്ങളാണ് വർഷിച്ചത്. ആകാശത്തിൽ നിന്ന് അസംഖ്യം ശരീരങ്ങൾ യുദ്ധക്കളത്തിൽ വന്ന് വീണു. പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ഒരു വലിയ പർവ്വതം കാണാറായി. അതിൽ നിന്ന് ഗദകൾ, പരിഘങ്ങൾ, വാളുകൾ, ഉലയ്ക്കകൾ എന്നിവ യുദ്ധക്കളത്തിൽ വന്ന് വീണുകൊണ്ടിരുന്നു. കൽമാരി വർഷവും ഉണ്ടായി. ഉഗ്രമായി ചീറ്റുന്ന പാമ്പുകൾ കണ്ണുകളിലൂടെ തീപ്പറപ്പിച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ പാഞ്ഞു നടന്നു. മതിച്ച ആനകളും സിംഹങ്ങളും കൂട്ടം കൂട്ടമായിട്ട് യുദ്ധക്കളത്തിൽ ഓടി നടന്നു. വലിയ തിരമാലകളോടുകൂടിയ സമുദ്രം പ്രളയകാലത്തെ എന്ന പോലെ 4 ഭാഗത്തും ഭൂമിയെ മുക്കിക്കൊണ്ട് ഉയർന്നു വന്നു. ഇങ്ങനെ മായ കൊണ്ട് യക്ഷന്മാർ പല ക്ഷുദ്രപ്രയോഗങ്ങളും ചെയ്തു നോക്കി. ആ മായയെ കടക്കാൻ എളുപ്പമല്ല. അതുകണ്ട് മുനിമാർ യുദ്ധക്കളത്തിൽ വന്ന് ആ ധ്രുവന് വിജയം ആശംസിച്ചു. ഉത്താനപാദപുത്രനായിട്ടുള്ള ധ്രുവ, ആശ്രയിച്ചവരുടെ ദുഃഖത്തെ അകറ്റുന്ന ശാങ്കപാണിയായ വിഷ്ണു ഭഗവാൻ നിൻ്റെ ശത്രുക്കളെ നിശേഷം നശിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെ തിരുനാമങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുകയോ കീർത്തിക്കുകയോ ചെയ്താൽ തന്നെ മൃത്യുവിനെ പോലും അതിക്രമിക്കാൻ കഴിയും. ആ സ്ഥിതിക്ക് ഭഗവത് ഭക്തനായ നിനക്ക് യക്ഷന്മാരുടെ ഈ മായ എത്രയോ തുച്ഛമാണ്. ഇങ്ങനെ പറഞ്ഞ് ഋഷികൾ ആ ധ്രുവനെ അനുഗ്രഹിച്ചു. ഹരേ കൃഷ്ണ.